എന്താ എന്താ പ്രശ്നം? അറിഞ്ഞില്ലേ? ഇല്ല. എന്നാ വാ. പ്രണയ ദിനത്തിൽ പശുക്കളെ ആലിംഗനം ചെയ്യണമെന്ന് കേന്ദ്ര മൃഗസംരക്ഷണ ബോർഡ്. കൗ ഹഗ് ഡേ ആഘോഷിക്കാനാണ് അഭ്യർത്ഥന. കെട്ടിപ്പിടിച്ചിട്ട് ഐ ലവ് യു അങ്ങനെ പറ. പശുക്കളെ ആലിംഗനം ചെയ്യുന്നത് സമൂഹത്തിൽ സന്തോഷത്തിന് കാരണമാകുമെന്നാണ് വിശദീകരണം. ഇത് സാഹചര്യത്തിലാണ് ഈ വിചിത്രമായ അഭ്യർത്ഥന. താങ്കൾക്ക് അതിനെക്കുറിച്ച് എന്താണ് പറയാനുള്ളത്? നല്ല ചോദ്യം. അടുത്ത ചോദ്യം. ഫെബ്രുവരി 6-ാം തീയതി കേന്ദ്ര മൃഗ സംരക്ഷണ ബോർഡ് ഇറക്കിയ ഒരു നോട്ടീസിലാണ് ഇത്തരത്തിലൊരു ആഹ്വാനമുള്ളത്. Oh my dear guys, why is here when I am here? Celebrate the cow hug day on 14th February. മാതാവേ, ഞാനൊരു മനുഷ്യനാണെന്ന കാര്യം കൂടി ഓർക്കണ്ടേ? ആ ജന്തു എന്നാ കാതൽ കിസ് ടൈറ്റാനിക് മാതിരി ഇരുന്ന് ോട് കൂടിയിട്ടാണ് ഈ നോട്ടീസ് ആരംഭിക്കുന്നത്. ഈ നോട്ടീസിലാണ് ഫെബ്രുവരി 14-ാം തീയതി പശുക്കളെ കെട്ടിപ്പിടിക്കുന്ന രീതിയിൽ ആചരിക്കണം എന്ന് ആഹ്വാനം ചെയ്തിട്ടുള്ളത്. പ്രണയദിനം സംബന്ധിച്ച മറ്റ് സൂചനകളൊന്നും ഇതിലില്ല. പക്ഷേ ഇത്തരത്തിൽ ഈ പശുക്കളെ കെട്ടിപ്പിടിക്കുന്നത് സമൂഹത്തിൽ സന്തോഷം സൃഷ്ടിക്കുമെന്നും ഈ നോട്ടീസിൽ പറയുന്നുണ്ട്. എവിടെന്നെങ്കിലും കുറച്ച് വെള്ളം എടുത്തിട്ട് പാടി. കണ്ടിലും മൂക്കിലും ഒക്കെ ചെളി. നാലാളും കൂടി എങ്ങോട്ടാ? ഞങ്ങള് 4 പേരും കൂടെ കാശിക്ക് പോവാ. വരുന്നോ? 5 ആളാവാം. തമാശ പറഞ്ഞതാ. മൃഗങ്ങളോടുള്ള അനുകമ്പ സമൂഹത്തിൽ വളർത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇത്തരത്തിലൊരു പ്രോത്സാഹനം നൽകുന്നത് എന്നാണ് അവരറിയുന്നത്. നീ വായി നോക്കി നിൽക്കുന്ന ഞാൻ നമ്മുടെ അച്ഛൻ്റെ അടുത്ത് പറയട്ടോ. പട്ടിയായിട്ടാ മോന്റെ കളി. ഉദ്യോഗസ്ഥരോട് വിവരങ്ങൾ തേടുമ്പോൾ മാധ്യമങ്ങളോട് അവർ പ്രതികരിച്ചത് നന്ദി, നമസ്കാരം. നന്ദി, നമസ്കാരം. നന്ദി, നമസ്കാരം. മോസ്റ്റ് മോഡേൺ ബ്രീഡ്സ് ഓൾ ഇമ്പോർട്ടഡ് ഫ്രം ഡെൻമാർക്ക്. എന്താ ഇതിന്റെയൊക്കെ പേര്? പേര് സ്റ്റെഫിഗ്രാഫ്, മെർലിനോട്ടി, ശില്പ ഷെട്ടി. ഇവിടെ ബ്രദർ ബുൾഷെട്ടിലുണ്ട്, സുനിൽ ഷെട്ടി. ഞാനും മോനേട്ടനും കൂടി പോയി കണ്ടു. നല്ല ഒതുക്കവും വിനയവും, വെളുത്ത് മെലിഞ്ഞ് നല്ല ഭംഗിയുള്ള ചിരിയും. ഒറ്റ നോട്ടത്തിൽ തന്നെ എനിക്ക് മോനേട്ടനും കുട്ടിയെ നന്നായി ബോധിച്ചു. ഏതായാലും കുട്ടിയുടെ ഫോട്ടോ ഞാൻ കൊടുത്തയച്ചിട്ടുണ്ട്. പറയാനില്ല. നന്ദി, നമസ്കാരം.